മഴ തോരും മുന്നേ സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രോഹിത് രേവതിക്കുട്ടിയുമായിട്ട് പ്രണയത്തിലാവുന്ന ഒരു കലക്കൻ എപ്പിസോഡാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. അങ്ങനെ രേവതിക്കുട്ടിക്ക് രോഹിത്തിന്റെ മേലുള്ള ദേഷ്യവും പരിഭവമെല്ലാം മാറുന്നുണ്ട്. അത് മാറാനായിട്ടുള്ള കാരണം രോഹിത്തിന്റെ വഴിവിട്ട കൂട്ടുകെട്ടെല്ലാം ഒഴിവാക്കി രോഹിത് നല്ലൊരു വ്യക്തിയാവാണ്. അതിന്റെ കാരണം അലീന തന്നെയാണ്. അലീനയ്ക്ക് അറിയാം രോഹിത്തിന്റെ വഴിവിട്ട സഞ്ചാരം. രോഹിത്തിന്റെ അടുത്ത് പല തവണകളായിട്ട് അലീന പറഞ്ഞിട്ടുണ്ട്, ആ അരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് നിനക്ക് നല്ലതിനല്ല മോനെ, അവൻ നിന്നെ ചതിക്കും. എന്നാൽ ഇപ്പോൾ അലീന പറഞ്ഞതുപോലെ രോഹിത്തിനെ ഹരി ചതിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രോഹിത് കോളേജിലേക്ക് പോകാൻ നേരം ഹരിശങ്കർ രോഹിത്തിനെ വിളിക്കും. എടാ നീ എവിടെയുള്ളത്? ഞാനിതാ വീട്ടിലുണ്ട്, ഇപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കോളേജിലേക്ക്. ആണോ? എന്നാ നീ കോളേജിലേക്ക് പോണ്ട, നേരെ നീ ഹോട്ടലിലേക്ക് വാ. ഞാനും എന്റെ ഗേൾഫ്രണ്ടും അവിടെ റൂം എടുക്കുന്നുണ്ട്. നീ നിന്റെ റൂബിയും കൂട്ടി അങ്ങോട്ട് പോരെ. അയ്യോ, അതിന് ഞാൻ റൂബിയോട് മുന്നേ പറഞ്ഞിട്ടില്ല, അവള് വരുമെന്ന് തോന്നുന്നില്ലടാ. അതൊന്നും സാരമില്ല, നീ ഒന്ന് വിളിച്ചു നോക്ക്, അവള് വന്നോളും. നിന്നോട് സ്നേഹമുണ്ടെങ്കിൽ അവള് വരാതിരിക്കില്ല എന്നെല്ലാം ഹരി പറയാണ്. അങ്ങനെ ഹരിയുടെ വാക്കും കേട്ട് രോഹിത് റൂബിയെ വിളിക്കുന്നുണ്ട്. ആ റൂബി, നീ എവിടെയുള്ളത്? നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? നീയും ഞാനും മാത്രമായിട്ടുള്ള ഒരു ലോകം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ എന്റെ കൂടെ ഇപ്പോ വരും. നമ്മുടെ കൂടെ ഹരിയും പിന്നെ അവന്റെ ഗേൾഫ്രണ്ടും ഉണ്ട്. അപ്പൊ റൂബിയോട് ആദ്യം വന്ന് വിസമ്മതിച്ചെങ്കിലും പിന്നീട് വരാന്ന് സമ്മതിക്കാണ്. ഇത് കേട്ടതും രോഹിത് വേഗം ഹരിയെ വിളിച്ച് കാര്യങ്ങൾ പറയും. എടാ അളിയ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? അതൊക്കെ പറയാം, നീ ആദ്യം അങ്കിളിനോടും ആന്റിയോടും ഇന്ന് കോളേജിൽ ഒരു ടൂർ ഉണ്ട്, സ്റ്റഡി ടൂർ ആണെന്നൊക്കെ പറ. 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ തട്ടി വിട്ടൂട്. എടാ, ഇത്ര പെട്ടെന്ന് പറയുമ്പോൾ എന്റെ അമ്മയ്ക്ക് സംശയം തോന്നില്ലേ? ഏയ്, അതൊന്നും ഇല്ലടാ, നീ വേഗം അവരെ വിളിച്ച് കാര്യം പറ, എന്നിട്ട് നീ വേഗം ഇറങ്ങാൻ നോക്ക് എന്നൊക്കെ ഹരി പറഞ്ഞു കൊടുക്കാണ്. എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് അലീന്റെ ഒരു സൈഡിൽ നിൽപ്പുണ്ടാകും. എന്തോ ഒരു വയ്യാവേലി തലയിലേറ്റാനായിട്ടാണ് അവന് പോകുന്നത്. എന്തായാലും പണി കിട്ടുമ്പോൾ അവന് മനസ്സിലായിക്കോളും. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അവൻ എന്തായാലും കേൾക്കാൻ പോകുന്നില്ല എന്നൊക്കെ അലീന ഒരു സൈഡിൽ മാറി നിന്നുകൊണ്ട് ഇങ്ങനെ പറയും. അങ്ങനെ പിന്നീട് രോഹിത് തന്റെ ഗേൾഫ്രണ്ടിനെയും കൂട്ടി ഹരി പറയുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹരിയുടെ കൂടെ ഹരിയുടെ ഗേൾഫ്രണ്ട് കാണില്ല. റൂബി ചോദിക്കുന്നുണ്ട്, നിന്റെ ഗേൾഫ്രണ്ട് എവിടെ? ഇവൻ എന്നോട് പറഞ്ഞത് അവളുണ്ടെന്നാണല്ലോ. അതോ, അതിപ്പോ അവൾക്കിപ്പോ തീരെ സുഖമില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവള് വരുന്നില്ല പോലും. ഓ, എന്നാ നമുക്ക് തിരിച്ചു പോകാം രോഹി, അവളില്ലാതെ ഞാൻ എന്തായാലും വരില്ല എന്നൊക്കെ റൂബി പറയുന്നുണ്ട്. എന്നാൽ ഹരിയുടെ വാക്കും കേട്ട് രോഹിത് റൂബിയെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് ഹോട്ടലിൽ പോയിട്ട് റൂം എടുക്കാനായിട്ട്. എന്നാൽ ഹരിയുടെ ഉദ്ദേശം ഉണ്ടല്ലോ, അത് വേറെയാണ്. രോഹിത്തിനെ റൂബിയും ഹോട്ടലിൽ എത്തിച്ച ശേഷം അവരെ ചതിക്കാനാണ് രോഹിത്തിന്റെ പ്ലാന്. അങ്ങനെ അവര് 3 പേരും ഹോട്ടലിലെത്തും. അവിടെ വെച്ച് ചതിയനായിട്ടുള്ള ഹരി റൂബിക്ക് മയക്കുമരുന്ന് കലക്കിയിട്ടുള്ള ജ്യൂസ് കൊടുക്കാണ്. ആ ജ്യൂസ് കുടിച്ചതും റൂബി ബോധം കെട്ടി ബെഡിലേക്ക് വീഴും. അയ്യോ എടാ ഹരിശങ്കറെ, ഇവൾക്ക് എന്താ പറ്റിയത്? റൂബി എഴുന്നേൽക്ക്, എഴുന്നേൽക്ക് റൂബി എന്നൊക്കെ പറഞ്ഞ് രോഹിത് റൂബിയെ എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും റൂബി അവിടെ നീക്കുന്നില്ല. അപ്പോൾ ഹരിശങ്കർ പറയുന്നുണ്ട്, എടാ രോഹിത്തെ, അവൾ നീക്കില്ലടാ, അവൾക്ക് ഞാൻ കൊടുത്ത ജ്യൂസിൽ കുറച്ച് മയക്കുമരുന്ന് കലക്കിയിട്ടുണ്ട്. എടാ, നീ എന്നെ ചതിക്കായിരുന്നോ? ഞാൻ ആത്മാർത്ഥമായിട്ടാണ് എന്റെ റൂബിയെ സ്നേഹിക്കുന്നത്. എന്താ നിന്റെ ഉദ്ദേശം? എടാ രോഹിത്തെ, നീ മാത്രം അവളെ സ്നേഹിച്ചാൽ മതിയോ? ഞാനും ഒന്ന് അവളെ സ്നേഹിക്കട്ടാ. നമുക്കിടയിൽ എന്റേത് നിന്റേത് എന്നൊക്കെ ഉണ്ടോ? നീ എന്തൊക്കെയാടാ പറയുന്നത്? നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് ഹരിയെ അടിച്ചോടിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ദേഷ്യത്തിൽ ഹരി, എടാ നീ എന്നെ തല്ലിയല്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഹരി പോലീസിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സാറേ, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഹരി അവിടെ പോലീസിന് ഇൻഫോർമേഷൻ എല്ലാം കൊടുത്ത ശേഷം ഹരി ചിരിച്ചോണ്ട് അവിടുന്ന് പോകും. പിന്നീട് രോഹിത് ഇങ്ങനെ റൂബിയെ വിളിക്കുന്നുണ്ട്. റൂബി എഴുന്നേൽക്ക്, എഴുന്നേൽക്ക് റൂബി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും റൂബി ആകെ അബോധാവസ്ഥയിലാണ്. അങ്ങനെ ഒടുക്കം പോലീസ് അങ്ങോട്ട് വന്ന് വാതിലെല്ലാം മുട്ടുമ്പോൾ രോഹിത് പോയിട്ട് വാതിൽ തുറക്കാണ്. റൂബിയെ കണ്ട പോലീസുകാർ ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താടാ ഈ കുട്ടിയെ കൊടുത്തത്? അയ്യോ സാർ, ഞാനൊന്നും കൊടുത്തിട്ടില്ല. എന്താടാ, നീ ഒന്നും കൊടുക്കാതെയാണോ ഈ കുട്ടി ഇപ്പൊ ബോധം കെട്ട് കിടക്കുന്നത്? ഇവനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോലീസുകാർ രോഹിത്തിനെ അറസ്റ്റ് ചെയ്യാണ്. അതുപോലെ അവര് വേഗം റൂബിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് റൂബിയെ ഓക്കെ ആക്കുന്നുണ്ട്. എന്നിട്ട് നടന്ന കാര്യങ്ങൾ മൊത്തം റൂബി പോലീസുകാരുടെ അടുത്തായിട്ട് തുറന്ന് പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുക രോഹിത്തിനെ ആയിരിക്കും. ആകെ ടെൻഷൻ അടിച്ച് നിറ കണ്ണുകളോടെയാണ് രോഹിത്ത് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നത്. എന്നിട്ട് പോലീസുകാർ പറയുന്നുണ്ട്, എടാ ചെക്ക, നിന്റെ വീട് എവിടെയാ? നിന്റെ വീട്ടിലെ നമ്പർ ഇങ്ങോട്ട് തന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത്തിന്റെ കയ്യിൽ നിന്ന് വീട്ടിലെ നമ്പറൊക്കെ പോലീസുകാർ വാങ്ങിയെടുക്കാണ്. രോഹിത്തിന്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അലീനയായിരിക്കും ഫോൺ എടുക്കുക. ഹലോ, രോഹിത് എന്ന് പറയുന്ന ആളുടെ വീടല്ലേ? അതെ, ആരാണ്? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഒരു പെൺകുട്ടിക്ക് മയക്കുമരുന്ന് നൽകി അവളെ പീഡിപ്പിക്കാൻ നോക്കിയതിന് അവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പോലീസുകാർ അലീനയുടെ അടുത്ത് പറയാണ്. അപ്പൊ തന്നെ അലീനയ്ക്ക് കാര്യം മനസ്സിലായി, ഇത് ഹരി രോഹിത്തിനെ കുടുക്കിയതാണെന്ന്. അങ്ങനെ അലീന ഓടിപ്പോയിട്ട് മുത്തശ്ശിയുടെ അടുത്ത് പറയാണ്. പോലീസുകാരെ വിളിച്ച കാര്യങ്ങൾ മൊത്തം. അയ്യോ, ഇനി എന്താ മോളെ നമ്മൾ ചെയ്യാ?
മുത്തശ്ശി ഇത് ഹരിശങ്കറിന്റെ പണിയാണ്, അവനാണ് രോഹിത്തിനെ കുടിക്കിയത്. അവനോട് ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഹരിയോടുള്ള കൂട്ട് നിനക്ക് നല്ലതിനല്ല എന്ന്. അപ്പോൾ അവൻ അതൊന്നും കേട്ടില്ല മുത്തശ്ശി. ഇനിയിപ്പോ എന്തായാലും ആരോടും പറയണ്ട, ഞാൻ എന്തായാലും പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന തന്നെ മുൻകൈ എടുത്ത് രോഹിത്തിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാണ്. എന്നിട്ട് രോഹിത്ത് പറയും, അലീന ചേച്ചി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം ചെയ്തത് ആ ഹരിയാണ്. ഹോ, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ അവന്റെ സ്വഭാവം. മിക്കവാറും അവൻ തന്നെ നിന്നെ കൊടുക്കാൻ പോലീസുകാരെ വിളിച്ച് പറഞ്ഞതായിരിക്കും എന്നൊക്കെ അലീന പറയും. രോഹിത്ത് അപ്പൊ നടന്ന കാര്യങ്ങൾ മൊത്തം പാടെ അലീനയുടെ അടുത്ത് തുറന്ന് പറയുന്നുണ്ട്. അതുപോലെ രോഹിത്തിനെ പോലെ ചതിയനായിട്ടാണ് റൂബി ഇപ്പൊ കാണുന്നത്. തന്റെ മകൾക്ക് ഈ ഒരു കേസ് നാണക്കേടാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് റൂബിയുടെ കുടുംബം ഈ ഒരു കേസ് അവിടെ പിൻവലിക്കാണ്. ഇതോടുകൂടി രോഹിത്തും ഹരിയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ അത് എന്നേക്കുമായിട്ട് അവസാനിച്ചു. ഹരി എന്ന വൃത്തികെട്ടവൻ കാരണം തനിക്ക് തന്റെ കാമുകിയെ നഷ്ടമായിട്ടുള്ള സങ്കടത്തിലാണ് രോഹിത്തുള്ളത്. എന്നാൽ രോഹിത്തിനെ ആ നശിച്ച കൂട്ടുകെട്ടിൽ നിന്നും മയക്കുമരുന്ന് കേസിൽ നിന്നും ആരും അറിയാതെ പുറത്തു കൊണ്ടുവന്നത് അലീന ഒരു ഒറ്റാളാണ്. ഇവളെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു, എന്നിട്ടും അവൾ എന്നെ സ്നേഹിക്കുകയും പ്രൊട്ടക്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇവള് ശരിക്കും എന്റെ ആരാണ് എന്നൊക്കെ രോഹിത്ത് ഇങ്ങനെ റൂമിലിരുന്ന് ചിന്തിക്കാകും. അപ്പോൾ ആ ഒരു സമയത്ത് അലീന രോഹിത്തിന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. അലീന വരുന്നത് മനസ്സിലാക്കിയ രോഹിത്ത് ഉറങ്ങുന്നത് പോലെ നടിക്കും. അങ്ങനെ അലീന രോഹിത്തിന്റെ മുഷിഞ്ഞ ഡ്രസ്സെല്ലാം എടുത്ത് രോഹിത്തിനെ ഇങ്ങനെ തലോടിക്കൊണ്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കാകും. അപ്പൊ രോഹിത്ത് അലീനെ വിളിക്കുന്നുണ്ട്. ചേച്ചി ഒരു നിമിഷം. ചേച്ചി എന്ന ഒരു വിളി കേട്ട് അലീന സന്തോഷത്തോടെ രോഹിത്തിനെ നോക്കും. അപ്പൊ നിറ കണ്ണുകളോടെ രോഹിത്ത് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ചേച്ചി ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. എന്നിട്ടും ചേച്ചിക്ക് എങ്ങനെ എന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ പറ്റുന്നു? എടാ മോനെ, നീ എന്റെ അനിയനല്ലേ. നിന്നെ ഞാൻ മറ്റൊരു അർത്ഥത്തിൽ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഈ ചേച്ചി ഓരോ കാര്യങ്ങളും നിനക്ക് പറഞ്ഞു തന്നത്. അന്ന് നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോഴും ഞാൻ പോലീസിൽ പരാതിപ്പെടാത്തത് നിന്നെ ഒരാളെ ഓർത്തിട്ട് മാത്രമാണ്. ഇതിന്റെ ഒക്കെ പിന്നിൽ ആ ഹരിശങ്കറാണെന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം മോനെ. മോൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ചേച്ചിയാണ് എന്നെ ഇപ്പൊ മാറ്റിയെടുത്തത്. ആ നശിച്ചവന്റെ കയ്യിൽ നിന്നും ചേച്ചി എന്നെ രക്ഷിച്ചു. ഇനി ഒരിക്കലും ഞാൻ ഹരിയോട് കൂട്ടുകൂടില്ല. ഞാൻ ഇനി നന്നായിട്ട് പഠിക്കും. എന്റെ ചേച്ചി ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് അവിടെ അലീനെ കെട്ടിപ്പിടിച്ച് കരയാണ്. പിന്നീട് കാണിക്കുന്നത് അലീന രേവതികുട്ടിയെ വിളിച്ച് ഇന്ന് നടന്ന സംഭവങ്ങൾ മൊത്തം പറയാണ്. എന്നാലും എന്റെ ചേച്ചി, ആ ഹരിശങ്കർ എന്തൊരു ദുഷ്ടനാ. കൂടെ നടന്നവനല്ലേ ചതിച്ചത് അവൻ. അതേടി മോളെ, രോഹിത്ത് ഒരു പാവമാണ്. അവനെ പല കെണികളിലും കൊടുക്കുന്നത് ആ വൃത്തികെട്ട ഹരിശങ്കറാണ്. അവനെ ഞാനിപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്റെ അനിയൻ ഇപ്പോഴാണ് എന്നെ ഒരു ചേച്ചിയായിട്ട് കണ്ടത്. അവൻ ഇപ്പോൾ എന്നെ ചേച്ചി എന്ന് വിളിച്ചു. ഹോ, ചേച്ചിക്ക് ഇനിയിപ്പോ ചേച്ചിയുടെ അനിയനെ മതിയല്ലോ, ഈ അനിയത്തിക്കുട്ടിയെ വേണ്ട. ചേച്ചിയുടെ അനിയനെ നന്നായിട്ട് വെള്ള പൂശാൻ നോക്കുന്നുണ്ടല്ലോ. അങ്ങനെ നല്ലടി മോളെ, അവൻ നല്ലൊരു വ്യക്തിയാണ്. ഇവിടെ വന്നപ്പോഴൊക്കെ ആദ്യമൊക്കെ അവൻ എനിക്കൊരു റെസ്പെക്റ്റ് എല്ലാം തന്നിരുന്നു. പിന്നെ ഹരിശങ്കർ ഇവിടെ വന്ന് അവന്റെ ഉള്ളിൽ വിഷം കുത്തിവെച്ചതിന് ശേഷമാണ് അവൻ എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയത്. അപ്പൊ രേവതികുട്ടി പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി ഇന്ന് എന്തായാലും ഞങ്ങൾ ചേച്ചിയെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ചേച്ചിയുടെ നല്ലവനായിട്ടുള്ള അനിയനെ ഒന്ന് ഞങ്ങൾക്ക് കാണാലോ എന്നൊക്കെ രേവതികുട്ടി പറയാണ്. അപ്പൊ രേവതികുട്ടിയുടെ ആ ഒരു കുശുമ്പെല്ലാം കണ്ട് അലീന ചിരിച്ചോണ്ട് ഫോണെല്ലാം വെക്കും. പിന്നീട് മാമച്ചനും ഗ്രേസമ്മയും രേവതികുട്ടിയൊക്കെ കടപ്പാട്ടൂരിലോട്ട് വരുന്നുണ്ട് അലീനെ കാണാനായിട്ട്. അങ്ങനെ ആദ്യമായിട്ട് രോഹിത്ത് രേവതികുട്ടിയും കണ്ടുമുട്ടാണ്. ചേച്ചിയെ പോലെ തന്നെ അനിയത്തി സുന്ദരിയാണല്ലോ എന്നൊക്കെ രോഹിത്ത് ഇങ്ങനെ പറയും. ആദ്യത്തെ കണ്ടുമുട്ടലിൽ തന്നെ രേവതികുട്ടിയെ രോഹിത്തിന് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമായി. രണ്ടുപേരും കുറച്ചു നേരം കണ്ണും നോക്കി നിൽക്കും. അങ്ങനെ അവർ അലീനെ മുത്തശ്ശിയെല്ലാം കണ്ട ശേഷം വൈജ വരുന്നതിന്റെ മുന്നേ തന്നെ അവർ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് ഇതുവരെ മുത്തശ്ശിയുടെ അടുത്ത് വരാത്ത രോഹിത്ത് ഇപ്പോൾ എപ്പോ നോക്കിയാലും മുത്തശ്ശിയുടെ അടുത്താണ്. അത് മറ്റൊന്നിനുമല്ല, രേവതികുട്ടിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട്. അലീന രേവതികുട്ടിയെ കുറിച്ച് മുത്തശ്ശിയോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശിയുടെ ഫോണിലേക്ക് രേവതികുട്ടി വിളിക്കുന്നുണ്ട്. അപ്പൊ രോഹിത്താണ് ഫോണെല്ലാം എടുക്കുന്നത്. എന്നിട്ട് രോഹിത്ത് ഹലോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഇതെന്റെ ചേച്ചിയല്ലല്ലോ, നിന്റെ ചേച്ചിയുടെ സൗണ്ട് ഇങ്ങനെയാണോടി മരക്കഴുതേ എന്ന് രോഹിത്ത് ചോദിക്കാണ്. ആരുടെ മരക്കഴുത എന്ന് രേവതികുട്ടി അപ്പൊ തിരിച്ചാണ് ചോദിക്കുന്നുണ്ട്. എന്റെ സൗണ്ട് കേട്ടിട്ട് നിനക്ക് നിന്റെ ചേച്ചിയാണോന്ന് ചോദിക്കാൻ എങ്ങനെ തോന്നി? നിന്റെ ചേച്ചി ഈ രോഹിത്തിന്റെ പോലെയാണ് സംസാരിക്കാറ്. ഹോ, ദ്രോഹിയാണോ? എന്താ ദ്രോഹിയോ? അതെ, ദ്രോഹി തന്നെ. എന്റെ ചേച്ചിയെ ദ്രോഹിച്ച നിന്നെ ഞാൻ ദ്രോഹി എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കണം? എടി വെണ്ണേ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അതിന് ഞാൻ എന്റെ ചേച്ചിയോട് മാപ്പ് പറഞ്ഞു. എന്റെ ചേച്ചി എന്നോട് ക്ഷമിക്കുകയും ചെയ്തു. ഇനി നീ എങ്ങനെ എന്നെ ഒരു പേര് വിളിച്ചാലുണ്ടല്ലോ, നിന്നെ കാണുമ്പോ നിന്റെ തലക്കിട്ട് ഞാനൊരു കൊട്ടു തരും. ഹോ, എന്നാൽ അങ്ങനെ ആവട്ടെ. അതൊക്കെ പോട്ടെ, എന്റെ ചേച്ചി എവിടെ? നിന്റെ ചേച്ചി ഇപ്പൊ കുറച്ച് തിരക്കാണ്. നിനക്ക് എന്തെങ്കിലും ചേച്ചിയോട് പറയാനുണ്ടെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ ചേച്ചിയോട് പറഞ്ഞോളാം. അയ്യടാ, അങ്ങനെ ഇപ്പോൾ അത് വേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് രേവതികുട്ടി രോഹിത്ത് അവിടെ ഇങ്ങനെ സംസാരമാണ്. അപ്പൊ ഇവരുടെ ഒരു സംസാരമൊക്കെ കണ്ട് ഗ്രേസാമ്മ ചോദിക്കുന്നുണ്ട്, ആരോടാടി മോളെ നീ ഇങ്ങനെ ചിരിച്ചോണ്ട് സംസാരിക്കുന്നത്? അതെ ആന്റി, അതെന്റെ ചേച്ചിയാണ്. ചേച്ചിയോ? നിന്റെ ചേച്ചിക്ക് എപ്പോഴാടി ആൺപിള്ളേരുടെ സൗണ്ട് ആയത്? ഹോ, അപ്പൊ ആന്റി എല്ലാം കേൾക്കുന്നുണ്ട്. അത് ചേച്ചിയുടെ അനിയനുണ്ടല്ലോ രോഹിത്ത്, അവനാണ്.
ഓ രോഹിത്ത്, നടക്കട്ടെ നടക്കട്ടെ, ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് മോളെ ഞങ്ങളും വന്നത്. എന്റെ ആന്റി അങ്ങനെയൊന്നുമില്ല, ആന്റി വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവര് രണ്ടുപേരും ഒരേ സംസാരമാണ്. അപ്പൊ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അതാരെ രേവതിക്കുട്ടി? അതെ, അതെന്റെ ആന്റിയാണ്. ആന്റി അല്ല, എന്റെ അമ്മയെ പോലെയാണ് എനിക്ക് എന്റെ ആന്റി. അതൊക്കെ കേൾക്കുമ്പോ ഗ്രേസാമയ്ക്കും മാമച്ചനും അവിടെ ഒരുപാട് സന്തോഷമാവാണ്. ഒടുക്കം രേവതിക്കുട്ടി രോഹിത്തിനോട് പറയുന്നുണ്ട്, എന്റെ ചേച്ചി ഒന്ന് ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാൻ പറയണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയുടെ ഫോണെല്ലാം കട്ടാക്കാണ്. പിന്നീട് കാണിക്കുന്നത് മാമച്ചനും ഗ്രേസാമയ്ക്കും അവരുടെ മകളുടെ അടുത്തേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം വരികയാണ്. അപ്പൊ രേവതിക്കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 3 പേർക്കും എന്തായാലും അങ്ങോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ. അപ്പൊ മാമച്ചൻ പറയുന്നുണ്ട്, നമുക്ക് അലീനയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു നോക്കിയാലോ? അങ്ങനെ അലീന പറയുന്നുണ്ട്, അവൾ എന്റെ കൂടെ നിന്നോട്ടെ ആന്റി, ഒരു 2 ദിവസം കാര്യമില്ലുള്ളൂ. അതിന് നിന്റെ മാഡം സമ്മതിക്കോ? ഓ അതെന്തായാലും സമ്മതിക്കില്ല മാഡം, എന്തായാലും അങ്കിളിന് കുഴപ്പമുണ്ടാവില്ല, 2 ദിവസം കാര്യമല്ലേ ഉള്ളൂ, അവൾ എന്തായാലും എന്റെ കൂടെ നിന്നോട്ടെ എന്നൊക്കെ അലീന പറയാണ്. അങ്ങനെ അവർ രേവതിക്കുട്ടിയെ അലീനയുടെ അടുത്താക്കിയിട്ട് പോവാണ്. രേവതിക്കുട്ടിയെ കണ്ടതും രോഹിത്തിന് ഒരുപാട് സന്തോഷമാവാണ്. രോഹിത്ത് രേവതിക്കുട്ടിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. എന്നാൽ രോഹിത്തിന്റെ ഒരു നോട്ടം കണ്ടപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. എടാ രോഹിത്തെ, വല്ലാണ്ട് നീ അവളെ അങ്ങോട്ട് നോക്കണ്ട. അതെ, അതെന്റെ അനിയത്തിയാണ്. അതിനിപ്പോൾ എന്താ ചേച്ചി? ചേച്ചിയെ പോലെ തന്നെ ചേച്ചിയുടെ അനിയത്തി സുന്ദരിയാണ് എന്നൊക്കെ രോഹിത്ത് അലീനയുടെ തോളിലെല്ലാം കൈയിട്ടുകൊണ്ട് ഇങ്ങനെ പറയാണ്. എടാ മോനെ, അത് എന്റെ അനിയത്തിയാണ്. അപ്പൊ നീ അവളെ ഒരു പെങ്ങളെ പോലെ വേണം കാണാൻ. അയ്യോ ചേച്ചി, അങ്ങനെ മാത്രം പറയരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രോഹിത്ത് അങ്ങോട്ട് ചിരിച്ചോണ്ട് ഓടി പോവാണ്. ഈ ചെക്കന്റെ ഒരു കാര്യം, മോൾ അകത്തേക്ക് വാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന രേവതിക്കുട്ടിയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടി അലീനെ ഒന്ന് സഹായിക്കാന്ന് കരുതി അലീന അലക്കി വെച്ചിരിക്കുന്ന തുണികൾ മൊത്തം ടെറസിന് മുകളിൽ ആറിടാനായിട്ട് പോവാണ്. അപ്പോൾ അവിടെ രോഹിത്താണെങ്കിലോ രേവതിക്കുട്ടിയെ കണ്ടതും കണ്ടെടുക്കാതെ രേവതിക്കുട്ടിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. എടാ ചെക്ക, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്താ, എനിക്ക് നോക്കിക്കൂടെ? എനിക്ക് കണ്ണുള്ളത് കൊണ്ട് ഞാൻ നോക്കുന്നു. അതൊക്കെ പോട്ടെ, നിനക്ക് ആരടി മോളെ ഈ രേവതിക്കുട്ടി എന്ന് പേരിട്ടത്? നീ കുട്ടിയൊന്നല്ലല്ലോ, നീ ആള് വലുതാണല്ലോ. ഓ അങ്ങനെയാണെങ്കിൽ കണക്കായി പോയി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി വലിയ മൈൻഡൊന്നും കൊടുക്കില്ല. അപ്പൊ രോഹിത്ത് രേവതിക്കുട്ടിയുടെ അടുത്തായിട്ട് പറയുന്നുണ്ട്, രേവതിക്കുട്ടി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്റെ ചേച്ചിയുടെ അനിയത്തി ആയതുകൊണ്ട് പറയല്ല, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആണോ? എന്നാ നന്നായി പോയി. അതല്ല രേവതിക്കുട്ടി, എനിക്ക് നിന്നോട് പറയാനുള്ളത്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. ഹോ, നീയൊരു പ്രേമരോഗിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ എന്റെ ചേച്ചി എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നോട് ഒരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ മുൻപുള്ള കാര്യങ്ങൾ എന്നോട് പറയരുത് എന്ന്? അതൊക്കെ അവിടെ കഴിഞ്ഞു. ഞാനിപ്പോൾ ആ പഴയ രോഹിത്തല്ല. എനിക്ക് നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് നിന്റെ അടുത്തൊരു ഇഷ്ടം തോന്നി. നാളെ നീ പോവുകയല്ലേ, അതിന്റെ മുന്നേ എനിക്കത് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് തുറന്നു പറഞ്ഞത്. അതിലിപ്പോ നിന്റെ മറുപടി എസ് ആയാലും നോ ആയാലും എനിക്ക് കുഴപ്പമില്ല. അപ്പൊ രേവതിക്കുട്ടി പറയുന്നുണ്ട്, രോഹിത്തെ, ഞാനൊരു അനാഥയാണ്. എനിക്ക് ചോദിക്കാനും പറയാനും ആരും തന്നെ ഇല്ല. വെറും ഒരു അനാഥയായ പിഴച്ച് പ്രസവിച്ച് വലിച്ചെറിഞ്ഞ ആ എന്നെയൊക്കെ സ്നേഹിക്കാൻ മാത്രം രോഹിത് ഒരു മണ്ടനാണോ എന്നൊക്കെ രേവതിക്കുട്ടിയോട് ചോദിക്കാണ്. അപ്പൊ രോഹിത് പറയുന്നുണ്ട്, അതിൽ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് വേണ്ടത് നന്മ നിറഞ്ഞൊരു പെൺകുട്ടിയാണ്. നിന്റെ ചേച്ചിയെ പോലെ നന്മയുള്ളൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രേവതിക്കുട്ടി, ഐ ലവ് യു. ഇത് നീ നിന്റെ അമ്മയോട് ആദ്യം ചെന്ന് പറ, ഞാൻ രേവതിക്കുട്ടിയെ സ്നേഹിക്കുന്നു എന്ന്. അപ്പൊ നിനക്ക് കാണാം നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അതിനുള്ള മറുപടി. അതിന് ഞാനും അമ്മയല്ലല്ലോ ജീവിക്കേണ്ടത്, നീയും ഞാനുമല്ലേ. ഹോ, അപ്പോഴേക്ക് നീ കല്യാണവും ജീവിതമൊക്കെ ആലോചിച്ച് തുടങ്ങിയോ? ഇതൊന്നും നടക്കില്ല രോഹിത്തെ. എനിക്ക് നന്നായിട്ട് പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, അതൊക്കെയാണ് ഇപ്പൊ എന്റെ ലക്ഷ്യം. അല്ലാതെ അവിടെ ഇപ്പോൾ ഒരു പ്രണയവും തേങ്ങയൊന്നും ഇല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി അവിടെ നിന്ന് പോവാണ്. എന്നാൽ രേവതിക്കുട്ടിയുടെ ഉള്ളിൽ രോഹിത്തിനോട് ചെറിയൊരു പ്രണയമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അവൾ അത് പറയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രേവതിക്കുട്ടി തിരിച്ച് ഗ്രേസാമ്മയുടെയും മാമച്ചന്റെയും വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ എല്ലാവരോടും അവൾ യാത്രയൊക്കെ പറയാണ്. ആ ഒരു സമയത്ത് രോഹിത് മാത്രം റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല. അങ്ങനെ രേവതിക്കുട്ടി രോഹിത്തിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഹലോ ദ്രോഹി, ഞാൻ പോവാട്ടോ, ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാം. താൻ പോവാണോ ഒരു നിമിഷം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രോഹിത് രേവതിക്കുട്ടിക്ക് ഒരു സാരി എല്ലാം ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നീ എന്തായാലും വാങ്ങണം, നിനക്ക് എന്നെ ഇഷ്ടമായാലും ഇഷ്ടമല്ലെങ്കിലും നീ ഇതെന്തായാലും വാങ്ങണം. അത്രമാത്രം സ്നേഹത്തോടെയാണ് ഞാൻ ഇത് നിനക്ക് വാങ്ങി തരുന്നത്. അപ്പൊ രേവതിക്കുട്ടി ആദ്യം ഒന്നും മടിച്ചെങ്കിലും പിന്നീട് അത് വാങ്ങുന്നുണ്ട്. എന്നിട്ട് രോഹിത് പറയും, എത്ര കാലം വേണമെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം. ഇനി എനിക്ക് ഒരു വിവാഹമുണ്ടേൽ അത് നീയുമായിട്ട് മാത്രമായിരിക്കും. നീ ഈ ഒരു സാരി എടുത്തിട്ട് വേണം ഇനി എന്തെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ വരാനായിട്ട് എന്നെല്ലാം പറയുമ്പോ രേവതിക്കുട്ടി രോഹിത്തിന്റെ റൂമിൽ നിന്ന് പോവാണ്. രോഹിത്തിനെ തിരിഞ്ഞു നോക്കിയെല്ലാമാണ് രേവതിക്കുട്ടി പോവുക. രേവതിക്കുട്ടിയുടെ കണ്ണുകളിലുണ്ട് രോഹിത്തിനോടുള്ള പ്രണയം. അങ്ങനെ എല്ലാരോടും യാത്രയെല്ലാം പറഞ്ഞ് രേവതിക്കുട്ടി പോവാണ്. പോകാൻ നേരം രേവതിക്കുട്ടി ടെറസിന്റെ മുകളിലേക്ക് നോക്കുമ്പോ രോഹിത് അവിടെ രേവതിക്കുട്ടി പോകുന്നത് നോക്കി നിൽപ്പുണ്ടാകും. അങ്ങനെ രേവതിക്കുട്ടി രോഹിത്തിനോട് കൈകൊണ്ട് പോവാണെന്നെല്ലാം കാണിച്ചുകൊണ്ടാണ് രേവതിക്കുട്ടി മനുവിന്റെ കൂടെ കാറിൽ കയറി പോകുന്നത്. എന്നാൽ ഇവരുടെ ഒരു കാര്യങ്ങളെല്ലാം അലീന നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അലീനയ്ക്ക് മനസ്സിലായി ഇവര് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ വന്നിട്ടുണ്ടെന്ന്. ഇതെന്തായാലും നടക്കാൻ പോകുന്നില്ല, ഇതിനി വേറെ പ്രശ്നമാകും മാഡം അറിഞ്ഞാൽ. അതുകൊണ്ട് രേവതിക്കുട്ടിയെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നെല്ലാം അലീന അവിടെ തനിച്ചു നിന്നുകൊണ്ട് പറയാണ്.
എന്തായാലും നമ്മുടെ രോഹിത് വിവാഹം കഴിക്കുന്നത് അത് രേവതി കുട്ടിയെ തന്നെയാണ്. അവരുടെ ലവ് സ്റ്റോറി എപ്പിസോഡൊക്കെ അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും ആ ഒരു എപ്പിസോഡുകളെല്ലാം നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.